അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനിതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ റവറൻ ടി.എ. വർഗീസ് അവറുകളാണ്. കർത്തൃദാസന്റെ ജീവിതാനുഭവം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ദീർഘവർഷങ്ങൾ മർത്തോമാ സഭയുടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഉന്നത പദവികളിൽ സേവനമനുഷ്ഠിച്ച കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് വചനപ്രകാരം ജീവിക്കുവാൻ തന്റെ ജീവിതം സമർപ്പിച്ച് കർത്തൃ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിച്ച തന്റെ ജീവിതാനുഭവങ്ങളും ദൈവം നടത്തിയ അസാധാരണമായ തന്റെ ജീവിതാനുഭവങ്ങളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുവാൻ ഇടയായി തീരുമാറാകട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് വിശേഷിച്ചാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ കാണാത്ത ധാരാളം വീഡിയോകൾ ഒരുപക്ഷെങ്കിൽ കാണും. നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്യുകയും വീഡിയോകൾ കാണുകയും മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ റവറൻ ടി.എ. വർഗീസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അരോമ ടിവിയുടെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഡാനിയൽ ജോൺ പാസ്റ്ററോടും ഈ TV ശുശ്രൂഷകരോടും എനിക്കുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇതൊരു നിയോഗമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അനേക ദേവദാസന്മാരെയും ദേവദാസിമാരെയും അനേകരുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയതായ ഒരു മാധ്യമമാണ് അരോമ TV എന്ന് എനിക്കറിയാം. അരോമ TVയിൽ നൽകപ്പെട്ടതായ സാക്ഷ്യങ്ങൾ അനേക ജീവിതങ്ങളെ സ്വാധീനിക്കാൻ ഇടയായി തീർന്നു. അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ഇടയായി തീർന്നു. അരോമ TVയിൽ കൂടെ നടത്തിയായ പല സാക്ഷ്യങ്ങളും ഞാനിക്കും കേൾക്കാൻ അവസരം നൽകി. അതൊക്കെ നന്ദിയോടെ സ്മരിക്കുന്നു. TV ഒരു പ്രധാനപ്പെട്ട മാധ്യമമാണ്. ജീവിത സത്യങ്ങളും ജീവിത സാക്ഷ്യങ്ങളൊക്കെ ജനത്തിന് പരിചയപ്പെടുത്താൻ ദൈവം ഉപയോഗിക്കുന്ന ശക്തമായ മാധ്യമമാണ് ടെലിവിഷൻ. പ്രത്യേകിച്ച് സമയവും സൗകര്യങ്ങളൊക്കെ വേർതിരിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒത്തിരി ത്യാഗം സഹിക്കുന്ന പ്രിയപ്പെട്ട ഡാനിയൽ ജോൺ പാസ്റ്ററെയും സംഘത്തെയും ടീമിനെയും ഞാൻ സദാത്മനെ അഭിനന്ദിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എൻ്റെ പേര് ടി.എ. വർഗീസ് എന്നാണ്. 1991 മുതൽ 2018 ഏപ്രിൽ മാസം 7-ാം തീയതി വരെ മർത്തോമാ സഭയിലെ വൈദികനായി ശുശ്രൂഷ ചെയ്തു. നീണ്ട 27 വർഷങ്ങൾ. 2018 ഏപ്രിൽ മാസം മുതൽ ഇന്നേ ദിവസം വരെ പെന്തക്കോസ്ത് വിശ്വാസത്തിന്റെ ഭാഗമായി തുടരുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളായി അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിലെ ഓർഡൈൻഡ് മിനിസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഏകദേശം 35 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷയിൽ ദൈവം നടത്തിയ എല്ലാ വഴികളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യം, എൻ്റെ അനുഭവങ്ങളുടെ പങ്കിടൽ ഒരു വ്യക്തിയെങ്കിലും സ്വാധീനിക്കാൻ പര്യാപ്തമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ, മർത്തോമാ കുടുംബത്തിൽ ജനിച്ചു കൊള്ളാൻ എനിക്ക് ഭാഗ്യം നൽകി. കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു അപ്പൻ്റെയും അമ്മയുടെയും മകനായി ഞാൻ ജനിച്ചു. അങ്ങനെ തന്നെ വളർത്തപ്പെട്ടു. എന്നാൽ ജീവിതത്തിന്റെ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, പിന്നിട്ട പാതകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും വൈരുദ്ധ്യങ്ങളുടെയൊക്കെ മധ്യത്തിൽ ദൈവത്തിന്റെ ശാശ്വതമായ ഭുജങ്ങളുടെ മഹത്വം കാണാൻ ദൈവം എനിക്ക് സഹായിച്ചു. ജനനം മുതലേ ജീവിതത്തിന്റെ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് ഒത്തിരി മല്ലടിച്ചുവെങ്കിലും അതിൽ നിന്നൊക്കെ ദൈവം അത്ഭുതമായിട്ട് വിടുവിക്കുകയും ഇത്രത്തോളം ജയോത്സവമായിട്ട് നടത്തുകയും ചെയ്തു. അതൊക്കെ ഓർക്കുമ്പോൾ, ദൈവം നടത്തിയ വഴികളെ പറ്റി ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ കൃപകളെ ധ്യാനിക്കുമ്പോൾ നന്ദിയല്ലാതെ സ്തോത്രമല്ലാതെ മറ്റൊന്നും പറയാനായിട്ട് സാധ്യമല്ല.
1964 മെയ് മാസം അവസാനത്തെ ആഴ്ച 12 ആൺകുട്ടികളെ പൂനെയിലെ സസൂൺ മിലിറ്ററി ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. 12 ആൺകുട്ടികൾക്കും ഒരേ രോഗമാണ്, പോളിയോ എന്ന് പറയുന്ന ആ രോഗം. പോളിയോ വന്ന് ശരീരം ഭാഗികമായി തളർന്നവർ, കാല്, കയ്യ് മുഴുവനായി തളർന്നവർ, പല ലെവൽസ് ഉള്ള പോളിയോ ആണ്. നിങ്ങൾക്കറിയാം, 1964 പൾസ് പോളിയോ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പോളിയോക്കെതിരെയുള്ള ശക്തമായ വാക്സിനേഷൻസ് ഒന്നും വന്നിട്ടില്ല. 1990-കളിലാണ് ഇന്ത്യയിൽ പോളിയോക്കെതിരെയുള്ള ശക്തമായ വാക്സിനേഷൻസ് ഒക്കെ വരുന്നത്. അവിടെ തന്നെ പോളിയോ ബാധിച്ചാൽ സൗഖ്യമാകുക എന്ന് പറയുന്നത് അസ്വാഭാവികമാണ്, അത് അസാധ്യമാണ്. 1963 to 1970 ഇന്ത്യയിലുടനീളം പോളിയോ ഒരു സാംക്രമിക രോഗം പോലെ പടർന്നു പിടിക്കുന്ന കാലഘട്ടമായിരുന്നു. 12 ആൺകുട്ടികൾ ഈ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടു. 12 ആൺകുട്ടികളിൽ 11 ആൺകുട്ടികളും നോൺ ക്രിസ്ത്യൻസ് ആണ്, നോൺ മലയാളീസ് ആണ്. മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന, മറ്റു മതവിശ്വാസങ്ങളിൽ പങ്കെടുക്കുന്ന പേരൻസിന്റെ മക്കളാണ്. അവരുടെയൊക്കെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ തളർന്നുപോയി. പൂർണ്ണമായി തളർന്നവരുണ്ട്, ഭാഗികമായി തളർന്നവരുണ്ട്. അന്നത്തെ ഹോസ്പിറ്റലിന്റെ പോളിസി 11 രാത്രി മാത്രമേ അഡ്മിഷൻ ഉള്ളൂ. കാര്യം 14 സ്ക്വയർ കിലോമീറ്ററിൽ ആകെയുള്ള ഏക പോളി ക്ലിനിക്ക് ഈ മിലിറ്ററി സസൂൺ ഹോസ്പിറ്റലാണ്. ആൾക്കാരിങ്ങനെ അഡ്മിറ്റഡ് ആകാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയതിനു ശേഷം വേണം മറ്റൊരു പേഷ്യന്റ് അഡ്മിഷൻ ലഭിക്കാൻ. ഹോസ്പിറ്റലിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ട കൺസെന്റ് ഫോം, സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അങ്ങനെ അഡ്മിഷൻ ലഭിച്ചു. അഡ്മിഷന്റെ 10ാമത്തെ രാത്രി ആയപ്പോൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ട 11 കുട്ടികളും ഡിസ്ചാർജ് ആകിപ്പോയി. സൗഖ്യമായിട്ട് പോയതല്ല, ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഒരു രോഗത്തിന് വന്ന് കൊതുകടി കൊണ്ട് മറ്റൊരു രോഗം പിടിച്ച് മടങ്ങാവുന്നേ ഉള്ളൂ. അങ്ങനെ ചിന്ത ബോധ്യമായപ്പോൾ പേരൻസ് വരെ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി ഭവനങ്ങളിലേക്ക് പോയി. എന്നാൽ ഒരു കുട്ടി മാത്രം വിശ്വസിക്കുന്ന ഒരു അപ്പന്റെ അമ്മേന്റെ മകനാണ്. കർത്താവിന്റെ സൗഖ്യത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്, വചനത്തിൽ വിശ്വാസമുണ്ട്. 35 വർഷമായി സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ജോലിയോടുള്ള ബന്ധത്തിൽ 3-4 സംസ്ഥാനങ്ങളിൽ വചനം ശുശ്രൂഷിക്കുന്ന ഒരു അപ്പന്റെ മകനാണ്. അപ്പോൾ അഡ്മിഷന്റെ 1ാമത്തെ രാത്രി തന്നെ ഈ അപ്പനും അമ്മയും ഈ കുഞ്ഞിന്റെ വലതുകാല് 100% ചലിക്കത്തിലാൻ വൈദ്യശാസ്ത്രം വിധി എഴുതി. ഒരിക്കലും ചലിക്കത്തിലാൻ വൈദ്യശാസ്ത്രം വിധി എഴുതിയായ ഈ വലതുകാലിന്റെ തുടയിലേക്ക് വിശ്വാസത്തിന്റെ കരങ്ങൾ വെച്ചിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, ഈ കുഞ്ഞിന്റെ വലതുകാലിലേക്ക് നീ ചലനശേഷി മടക്കി നൽകുകയാണെങ്കിൽ, ഒരിക്കലും ചലിക്കത്തിലാൻ വൈദ്യശാസ്ത്രം വിധി എഴുതിയ ഈ വലതുകാലിലേക്ക് ചലനശേഷി മടക്കി നൽകുകയാണെങ്കിൽ ഈ കാലിന്റെ ചലനങ്ങൾ മുഴുവൻ നിനക്ക് വേണ്ടിയായിരിക്കും. വളരെ അർത്ഥപൂർണമായ പ്രാർത്ഥനയാണ്, ഹൃദയഭേദകമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും 10ാമത്തെ രാത്രിയിലും യാതൊരു മാറ്റവുമില്ല. സിറ്റുവേഷൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. 11ാമത്തെ രാത്രി എന്ന് പറയുന്നത് 1964 ജൂൺ മാസം 7-ാം തീയതിയാണ്. അന്ന് രാത്രി 12 മണിയായപ്പോൾ സൂര്യപ്രകാശത്തെ കവിയുന്നതായ പ്രകാശരശ്മികൾ ഈ മിലിറ്ററി ഹോസ്പിറ്റലിന്റെ പകുതി തുറന്നു കിടക്കുന്ന, പകുതി അടഞ്ഞു കിടക്കുന്ന ജനൽപ്പാളിൽ കൂടെ അരിച്ചരിച്ചിറങ്ങി ഈ വലതേക്കാൽ 100% തളർന്നുപോയ കുഞ്ഞു കിടക്കുന്ന കട്ടിലേക്ക് വന്നു നിപതിച്ചു. കുഞ്ഞിന്റെ വലതുകാലിലേക്ക്, വലതുകാലിന്റെ തുടയിലേക്ക്, അസ്ഥിയിലേക്ക്, മജ്ജയിലേക്ക്, മാംസപേശികളിലേക്ക്, രക്തധമനികളിലേക്ക് ശരീരം മുഴുവനായി ഈ പ്രകാശരശ്മികൾ ഇൻഫിൽട്രേറ്റ് ചെയ്തു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ കുഞ്ഞ് ആ കട്ടിലിൽ കാലിട്ടടിക്കാനായിട്ട് തുടങ്ങി. 1 വയസ്സുള്ള കുഞ്ഞാണ്, കാലിട്ടടിക്കാൻ തുടങ്ങി. 1964 ജൂൺ മാസം 7-ാം തീയതി രാത്രി 12 മണിക്ക് മടക്കി ലഭിച്ച കാലിന്റെ ചലനങ്ങളുമായി ഇന്ന് ഈ ടി-വിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ടിയവറിസിന്റെ സാക്ഷ്യമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. സ്തോത്രം. എന്റെ 1ാമത്തെ വയസ്സിലെ സാക്ഷ്യമാണ്. ഒരു മുച്ചക്ര വാഹനത്തിലോ, ഒരു വീൽ ചെയറിലോ, ഒരു ക്രച്ചസിലോ, ഒരു ട്രൈസൈക്കിളിലോ, ഒരു കൺഫൈൻമെന്റ് റൂമിലൊക്കെ അവസാനിക്കേണ്ട എന്റെ ജീവിതത്തെ ലോകത്തെ 4 ഭൂഖണ്ഡങ്ങളിൽ 30 രാജ്യങ്ങളിലേക്ക് ഈ കാലുകളെ ചലിപ്പിച്ചു. ഈ കാലിൽ നിന്ന് പ്രസംഗിക്കാൻ അവസരം നൽകിയെങ്കിൽ ഇന്ന് ഞാൻ പങ്കിടുന്ന സാക്ഷ്യം ജീവന്റെ സാക്ഷ്യമാണ്, ജീവിപ്പിക്കുന്ന സാക്ഷ്യമാണ്, ജീവിക്കുന്ന ദൈവത്തിന്റെ വിടുതലിന്റെ സാക്ഷ്യമാണ്. ഇത് 1ാമത്തെ വയസ്സിലെ അനുഭവമാണ്. പിന്നീട്ടതായ വർഷങ്ങളുടെ അനുഭവങ്ങളൊക്കെ നോക്കുമ്പോൾ അനുഭവങ്ങൾ പറയാൻ തന്നെ മണിക്കൂറുകൾ ആവശ്യമാണ്.
1978 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. കോന്നിയിലുള്ള ഒരു സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ സ്വദേശം കോന്നിയാണ്. അപ്പോൾ നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് മാർച്ച് മാസമാണ് SLCയുടെ പരീക്ഷ നടക്കുന്നത്. ഞാൻ പഠിച്ച സ്കൂളിന്റെ പ്രത്യേകത, ജനുവരി മുതലാണ് പ്രധാനമായിട്ടും ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കുന്നത്. കാര്യം ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് അന്നത്തെ 1978 സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നു. എന്റെ സ്കൂളിൽ 10ാം ക്ലാസ്സിലെ പോർഷൻസ് ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയ ആഴ്ചകൾ ചിലത് കഴിഞ്ഞപ്പോൾ എനിക്ക് കഠിനമായ ഒരു തലവേദന വന്നു. തലവേദന എന്ന് പറയുമ്പോൾ നമുക്കത് വാക്കുകൾ വിവരിക്കാൻ ബുദ്ധിമുട്ടാണ്. തലവേദന വന്ന് തറയിൽ കിടന്ന് ഉരുളും. കൈകൊണ്ടൊന്നും അമർത്തി പിടിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധ്യമല്ല. എൻ്റെ അമ്മയുണ്ട് വീട്ടിൽ. ഫാദർ എന്ന് സെൻട്രൽ ഗവൺമെന്റിൽ മദ്രാസിൽ ജോലിയാണ്. എൻ്റെ ജ്യേഷ്ഠനുണ്ട്. അപ്പോൾ അവർ കാലുകൊണ്ട് ചവിട്ടി പിടിക്കും. കാര്യം അൺകൺട്രോളബിൾ പെയിനാണ്, സഹിക്കാനൊക്കാത്ത പെയിനാണ്. തറയെക്കൊണ്ട് ഇങ്ങനെ കിടന്ന് ഉരുളിക്കൊണ്ടിരിക്കുക, ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. കാലുകൊണ്ട് തലയിൽ ചവിട്ടിപ്പിക്കും. അത്രമാത്രം അൺബെയറബിൾ പെയിനാണ്. അങ്ങനെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. മാർച്ച് മാസം ഫസ്റ്റ് വീക്ക് കഴിയുമ്പോൾ പരീക്ഷയാണ്. ജനുവരിയിൽ ക്ലാസ്സുകളൊക്കെ കൊണ്ട് പഠിപ്പിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയത്താണ് എൻ്റെ രോഗത്തിന്റെ പ്രതിസന്ധി ഉണ്ടായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സൊക്കെ നോക്കി, ന്യൂറോ സർജൻസ്, ന്യൂറോ ഫിസിഷ്യൻസ്, അവർ നോക്കിയിട്ടൊന്നും രോഗം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അന്ന് എൻ്റെ പിതാവ് മദ്രാസിലായതുകൊണ്ട് മദ്രാസിലെ റോയബിനെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കൊണ്ടുപോയി. അത് വളരെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ്. അവിടുത്തെ ന്യൂറോ സർജൻസും ന്യൂറോ ഫിസിഷ്യൻസും ഒക്കെ എൻ്റെ ഈ തലവേദനയുടെ കാരണങ്ങളൊക്കെ അന്വേഷിച്ചു. ഒത്തിരി ഒബ്സർവേഷൻസ്, ഒത്തിരി പരീക്ഷകൾ, ഒത്തിരി ടെസ്റ്റുകൾ. അങ്ങനെ അവരെന്നെ മദ്രാസ് ജനറൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അത് റഫറൽ ആശുപത്രിയാണ്. ആ ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ന്യൂറോ സർജൻസും ന്യൂറോ ഫിസിഷ്യൻസും എന്നെ പരിശോധിച്ചു. അവർ പറഞ്ഞു, രോഗത്തിന്റെ കാരണം കണ്ടുപിടിക്കണമെങ്കിൽ 1978 അന്ന് ന്യൂറോ സർജറി ഒന്നും അഡ്വാൻസ്ഡ് അല്ല. കാരണം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സ്കൾ ഓപ്പറേഷൻ ആവശ്യമാണ്. അതായത് തലയോട്ടി ഇളക്കിയുള്ള ഒരു ഓപ്പറേഷൻ, മേജർ ഓപ്പറേഷൻ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇതിന്റെ റീസൺസ് കണ്ടുപിടിക്കാൻ സാധിക്കൂ. അവർ പറഞ്ഞ മെഡിക്കലി കറക്റ്റ് ആണ്, അന്നും ഇന്നും കറക്റ്റ് ആണ്. നമുക്കറിയാം, ഇന്ന് പോലും 2025 പോലും മെഡിക്കൽ സയൻസ് അത്രമാത്രം ആ ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട് അത്രമാത്രം അഡ്വാൻസ്ഡ് അല്ല. ഒരു ന്യൂറോ സർജറി കഴിഞ്ഞാൽ, സ്കൾ സർജറി കഴിഞ്ഞാൽ 100% സൗഖ്യമാകുന്ന യാതൊരു ഗ്യാരണ്ടിയുമില്ല. സൗഖ്യമാകാൻ സാധ്യതയുണ്ട്, അല്ലാതെ ഇരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ കഴിവിൽ വിശ്വാസമുള്ള, ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വാസമുള്ള, 1964 മുതൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ എൻ്റെ പിതാവ്, അതെനിക്ക് 15 വയസ്സുണ്ട്. എൻ്റെ പിതാവും മാതാവും ഞാനും കൂടെയാണ് അവിടെ MES ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്. എൻ്റെ പിതാവ് പറഞ്ഞു, വെറും 15 വയസ്സ് മാത്രമുള്ള എൻ്റെ മകന്റെ തലമേൽ കത്തി തൊടാൻ സിസ്റ്റേഴ്സ് വെക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അപ്പോഴത്തേക്ക് ഡോക്ടർമാരൊക്കെ ക്രൂദ്ധരായ. കാര്യം റിസ്ക് ആണ്, തലവേദനയാണ്, എന്ത് സംഭവിക്കാം, ന്യൂറോ കേസാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്ന പ്രശ്നമില്ല. പിതാവ് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഞങ്ങൾ അനുവദിക്കത്തില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കമ്പൽസറി ഡിസ്ചാർജ് വാങ്ങി ഹോസ്പിറ്റലിലും MES ക്വാർട്ടേഴ്സിലേക്ക് പോയി. മനസ്സിലാമൻസോടെ അവർ ഡിസ്ചാർജ് ചെയ്തു. അത് 1978 ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരി മാസം സെക്കൻഡ് വീക്കിലാണ്. അപ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ, 3 ഹോസ്പിറ്റലുകളുടെ ഏകദേശം 1 മാസത്തെ ചികിത്സയും താമസമൊക്കെ ആയി. അപ്പോൾ എൻ്റെ അപ്പൻ്റെ പിതാവ് പെന്തക്കോസ്തിലെ ഒരു പാസ്റ്ററാണ്. അമ്പത്തൂരാണ് താമസിക്കുന്നത്. പേര് ഞാൻ മറന്നുപോയി. ഫാദറിന്റെ ഒരു കൂട്ടുകാരനാണ്. പെട്ടെന്ന് ഈ പാസ്റ്ററെ പറ്റി ഓർമ്മ വന്നു. പാസ്റ്ററെ വിളിച്ചു. അമ്പത്തൂരിൽ നിന്നും അല്പം അധികം ദൂരമല്ല, എനിക്ക് തോന്നുന്നൊരു 10-20 കിലോമീറ്റർ കാണുമായിരിക്കും. കൃത്യദൂരം ഞാൻ മറന്നുപോയി. അന്ന് തന്നെ രാത്രി ഈ പാസ്റ്റർ അവിടെയിലെ MES ക്വാർട്ടേഴ്സിലേക്ക് വന്നു. ഞാനും ഉണ്ട്, എൻ്റെ പിതാവും എൻ്റെ മാതാവുമുണ്ട്, കടന്നു വന്ന പാസ്റ്ററുമുണ്ട്. ഞങ്ങളെല്ലാവരും ദിവസത്തിൽ മുട്ടുകുത്തി. ചെറിയൊരു ക്വാർട്ടേഴ്സാണ്, ഒരു ചെറിയ റൂമാണ്. ഞങ്ങൾ പായൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ അഭിഷിക്തനായ പാസ്റ്റർ എൻ്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. 1978 ഫെബ്രുവരി മാസം 7-ാം തീയതി രാത്രി ദൈവം എന്നെ സൗഖ്യമാക്കി. സ്കൾ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ മാത്രമേ കാരണം കണ്ടുപിടിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് മെഡിക്കൽ സയൻസിന്റെ എല്ലാ മെഡിക്കൽ വേർഡിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ സയൻസ് വിജയിച്ചു, ദൈവത്തിന്റെ കരങ്ങൾ വിജയിച്ചു. അതാണ് എൻ്റെ സാക്ഷ്യം. ഞാൻ പറഞ്ഞു, മാർച്ച് മാസം സെക്കൻഡ് വീക്കിൽ പരീക്ഷ ആരംഭിക്കുകയാണ്. ക്ലാസ്സുകൾ, പ്രധാനപ്പെട്ട ക്ലാസ്സുകളൊക്കെ എനിക്ക് മിസ് ചെയ്തു. അന്നൊക്കെ SLC ഞാൻ വളരെ ടഫായ സബ്ജക്റ്റാണ്. 600-ലാണ് മാർക്ക്. 12 സബ്ജക്റ്റ് നമുക്ക് എഴുതാനായിട്ടുണ്ട്.
അങ്ങനെ പെട്ടെന്ന് അടുത്ത ട്രെയിൻ കയറി ഫെബ്രുവരി മാസം സെക്കൻഡ് വീക്കിലേക്ക് ഞാൻ നാട്ടിൽ വന്നു. അപ്പോഴത്തേക്ക് ക്ലാസ്സിലെ പോർഷൻസ് ഒക്കെ തീർന്നു. സ്റ്റഡി ലീവ് കൊടുത്തു. പിന്നെ പഠിക്കാനും പഠിപ്പിക്കാനും ഓപ്ഷൻസ് ഒന്നുമില്ല. ഞങ്ങൾ 3 പേരാണ്. എൻ്റെ പിതാവ് സെൻട്രൽ ഗവൺമെന്റിലായിരുന്നു. പിതാവ് ഏകദേശം 28 വർഷങ്ങൾക്ക് ഭർത്താവിനിലേക്ക് മാറ്റപ്പെട്ടു. അമ്മയ്ക്ക് ഇപ്പോൾ 87 വയസ്സുണ്ട്. വിശ്വാസത്തിലാണ്, പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ്. 30 വർഷങ്ങൾക്ക് മുമ്പേ. എനിക്കൊരു ജ്യേഷ്ഠൻ മാത്രമേ ഉള്ളൂ. TS സാമുവൽ എന്നാണ് പേര്. അദ്ദേഹം ഫെഡറൽ ബാങ്കിലായിരുന്നു. അതിനുശേഷം കുവൈറ്റിലും ദോഹയിലൊക്കെ അൽ-അഹ്ലി ബാങ്കിലായിരുന്നു. 95-ൽ തന്റെ 33 വയസ്സുള്ളപ്പോൾ ദൈവം ഒരു നിയോഗം കൊടുത്തു. നോർത്ത് ഇന്ത്യയെ പറ്റിയുള്ള നിയോഗം കൊടുത്തു. ശുശ്രൂഷയെ പറ്റിയുള്ള ദർശനങ്ങൾ കൊടുത്തു, കാഴ്ചപ്പാടുകൾ കൊടുത്തു. അങ്ങനെ ജോലിയൊക്കെ രാജിവെച്ചതിന് ശേഷം അദ്ദേഹം നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. കഴിഞ്ഞ 30-ലധികം വർഷമായി നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഇന്ത്യയിലെ 22 സ്റ്റേറ്റുകളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങൾ കഴിഞ്ഞ് ഇന്ത്യക്ക് പുറത്ത് ഏകദേശം ഒരു 10 രാജ്യങ്ങൾ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ വളരെ തിരക്കിലാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ആഫ്രിക്കയിലായിരുന്നു. ഇപ്പോൾ വന്നു. അടുത്ത ആഴ്ച വീണ്ടും പോവുകയാണ് ആഫ്രിക്കയിലേക്ക്. നല്ല തിരക്കുള്ള ശുശ്രൂഷയിലാണ്. അപ്പോൾ ജ്യേഷ്ഠൻ ഏകദേശം 30 വർഷം കഴിഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്നിട്ട് എനിക്കൊരു സഹോദരിയേ ഉള്ളൂ. ജ്യേഷ്ഠന്റെ മിനിസ്ട്രിയുടെ പേര് ഇമ്മാനുവൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ എന്നാണ്. അത് നോർത്ത് ഇന്ത്യയിലാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് 10 രാജ്യങ്ങളും ശുശ്രൂഷയുണ്ട്. അതിനുശേഷം എൻ്റെ പെങ്ങൾ, എൻ്റെ ഇളയതാണ്, എൻ്റെ യങ്ങർ സിസ്റ്ററാണ്. ജെസ്സി എന്നാണ് പേര്. സിസ്റ്റർ മർത്തോമനാണ് വിവാഹം കഴിച്ചതെങ്കിലും അതിനുശേഷം അവർ പെന്തക്കോസ്തിലേക്ക് പോയി, അസംബ്ലീസ് ഓഫ് ഗോഡിലേക്ക് പോയി. അസംബ്ലീസ് ഓഫ് ഗോഡിലെ സീനിയർ പാസ്റ്റർ, ദോഹ ബദലേജിലെ സീനിയർ പാസ്റ്റർ പി.എൻ. ജോർജ് ആണ് എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ്. അവരും ഏകദേശം 30-ലധികം വർഷമായി, 35 വർഷമായി പെന്തക്കോസ്ത് വിശ്വാസത്തിൽ തുടരുന്നു. സഭയുടെ ശുശ്രൂഷകനായി തുടരുന്നു. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കൊച്ചുമക്കളൊക്കെ വിശ്വാസത്തിന്റെ പാതയിലാണ്, ശുശ്രൂഷകളിലാണ്. അതൊക്കെ പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനാണ്. പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ജ്യേഷ്ഠൻ അന്ന് ഡിഗ്രി കഴിഞ്ഞ് എനിക്കൊന്ന് BCom ജോയിൻ ചെയ്തു. ഞങ്ങൾ 3 വയസ്സ് മൂത്തതാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ ജ്യേഷ്ഠൻ BCom ജോയിൻ ചെയ്തു. ഒരു 10-25 ദിവസത്തെ ഗ്യാപ്പിൽ മുഴുവൻ സബ്ജക്റ്റ്, ജ്യേഷ്ഠന് പഠിക്കാൻ വളരെ സമർത്ഥനാണ്. 4ാം ക്ലാസ് മുതൽ സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ് വാങ്ങി പഠിക്കുന്ന വ്യക്തിയാണ്. അതിസമർത്ഥനാണ്. മുഴുവൻ സബ്ജക്റ്റും, ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ, ഞങ്ങളുടെ ഒരു പേപ്പർ 50 വെച്ച് 12 പേപ്പേഴ്സാണ്. മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ്, ഇംഗ്ലീഷ് ഫസ്റ്റ്, അങ്ങനെ എല്ലാ സബ്ജക്റ്റും ഒരു 20-25 ദിവസത്തെ ഗ്യാപ്പിൽ എന്നെ പഠിപ്പിച്ചു. റിസൾട്ട് വന്നപ്പോൾ കോന്നി ഉപജില്ലയിൽ ഉന്നതമായ 378 മാർക്കോടെ ഹൈ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകാൻ എനിക്ക് സഹായിച്ചു. അതൊക്കെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏകദേശം 1 മാസത്തെ പഠനം കൊണ്ടാണ് ഇത്രയും ഉന്നതമായ വിജയം കൈവരിച്ചത്. അന്നൊക്കെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഉന്നതമായ പ്രസന്റയാണ്. ഇന്ന് റാങ്കിന് പോലും പ്രസക്തി ഇല്ലാത്തൊരു കാലമാണ്. അന്ന് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയ ഒരു വിജയമാണ്. ചുരുക്കത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിതനാണ്. 1ാമത്തെ വയസ്സിൽ തന്നെ എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. ഈ കാലിന് സൗഖ്യം കിട്ടുകയാണെങ്കിൽ കർത്താവിന് വേണ്ടി മാത്രമേ ഈ കാലുകൾ ചലിക്കത്തുള്ളൂ എന്ന് മാതാപിതാക്കൾ എൻ്റെ അനുവാദമില്ലാതെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചതാണ്. ആ ഒരു ബോധ്യത്തിലാണ് ഞാൻ വളർത്തപ്പെടുന്നത്. അങ്ങനെയാണ് വളരെയധികം എനിക്ക് ഭാഗ്യം ലഭിച്ചത്. മർത്തോമ അംഗമായതുകൊണ്ട് മർത്തോമ വൈദ്യനായി തീരാനായിട്ടുള്ള പരിശീലനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ ക്രമീകരിക്കപ്പെട്ട് വന്നു. അങ്ങനെയാണ് ശുശ്രൂഷകൾ മുന്നോട്ട് പോയത്. അങ്ങനെ ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ തിയോളജിക്കൽ പഠനത്തിന് വേണ്ടി പോയി. പഠനം പൂർത്തീകരിച്ച് 91-ൽ മർത്തോമ വൈദ്യനായിട്ട് ജോയിൻ ചെയ്തു. മദ്രാസ് ഹാരിങ്ടൺ ഷെപ്പേർഡ് മാർത്തോമ ചർച്ച്. അന്നത് 831ഓളം ഫാമിലീസ് ഉള്ള വലിയ ചർച്ചാണ്. ഏകദേശം 4000ഓളം മെമ്പേഴ്സ് ഉള്ള വലിയ ചർച്ചാണ്. ഞാൻ അസോസിയേറ്റ് വികാരിയാണ്. അതിനുശേഷം 2ാമത്തെ പോസ്റ്റിംഗ് കുന്നംകുളത്തുള്ള ഈശോ മാർ തിമോത്തിയോസ് മെമ്മോറിയൽ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് പോസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം മാർത്തോമ യുവന സഖ്യത്തിന്റെ ജനറൽ സെക്രട്ടറിയായി 2 ലക്ഷം യുവനങ്ങളുടെ സെക്രട്ടറി ആയിട്ട് പോസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഏകദേശം 27 വർഷങ്ങൾ പല സ്ഥലങ്ങളിൽ, പല ചർച്ചസിൽ, പല സ്ഥാപനങ്ങളൊക്കെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് അവസരം നൽകി. ദൈവത്തിന്റെ കൊണ്ട് സഭയിലെ ഏറ്റവും വലിയ വലിയ ചർച്ചസിലാണ് പോസ്റ്റിംഗ് ഒക്കെ ലഭിച്ചത്. എല്ലാ ദിവസവും ഇംഗ്ലീഷ് സർവീസും മലയാളം സർവീസും ഉള്ളതായ ചർച്ചസിലാണ് എനിക്ക് പോസ്റ്റിംഗ് ലഭിച്ചത്. അതുപോലെ തന്നെ സഭയുടെ ആകമാനമായ ഉത്തരവാദിത്തങ്ങൾ, സഭയുടെ ആനിമേഷൻ ഡിപ്പാർട്ട്മെന്റ്, സഭയുടെ ഗോസ്പൽ ടീം, സഭയുടെ യുവജന ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പ്രധാനപ്പെട്ടതായ ഡിപ്പാർട്ട്മെന്റുകളുടെ ചുമതലയിലേക്ക് ഞാൻ പ്രവേശിച്ചു. അതുകൊണ്ട് തന്നെ ധാരാളം പള്ളികൾ അതിനെ ശുശ്രൂഷിക്കാൻ എനിക്ക് അവസരം നൽകി. ഇതാണ് എൻ്റെ ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ട്. എന്നാൽ എൻ്റെ പിതാവിന്റെ കുടുംബം എന്ന് പറയുന്നത്
പ്രധാനമായും പെന്തക്കോസ് മൂറിങ്സ് ഉള്ള ഫാമിലിയാണ്. ഒരു 7 സഹോദരന്മാരും ഒരു സഹോദരിയുമാണ്. ഏക സഹോദരി പെന്തക്കോസിലാണ് വർഷങ്ങളായി, ദശാബ്ദങ്ങളായി. ഫാദറിന്റെ 2 ബ്രദേഴ്സും പാസ്റ്റേഴ്സ് ആയിരുന്നു. വേറെ 2 ബ്രദേഴ്സ് ഭർത്തമാരായിരുന്നെങ്കിലും ജോലിയൊക്കെ രാജിവെച്ച് അവർ ഫുൾ ടൈം മിനിസ്ട്രിയിലായിരുന്നു. അങ്ങനെ ശുശ്രൂഷയുടെ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് അപ്പന്റെ കുടുംബം. അപ്പോൾ എൻ്റെ അപ്പന്റെ ഇളയ സഹോദരൻ പാസ്റ്റർ ടി എസ് ജോൺ ഒരു 4-5 മാസം മുമ്പേ കർത്താവിൻ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. 22 വർഷം മണക്കാല ബൈബിൾ കോളേജിൽ പാസ്റ്റർ ടി ജി കോശിയുടെ ബ്രദറാണ്. അവിടെ 2 പേരുടെ ഭാര്യമാർ ജ്യേഷ്ഠത്തി അനിയത്തിമാരാണ്. അവിടെ എൻ്റെ സ്പിരിച്വൽ മെന്ററാണ് പാസ്റ്റർ ടി എസ് ജോൺ. അദ്ദേഹം ഒരു പ്രവാചകനാണ്, വേദാധ്യാപകനാണ്, കർത്താവിനോട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ രണ്ടാമത് പാസ്റ്റർ സി എസ് തോമസ് മലബാറിലേക്ക് ആദ്യമായിട്ട് 33-ാമത്തെ വയസ്സിൽ മലബാറിലേക്ക് ദൗത്യമായി പോയി. 20ഓളം വർഷങ്ങൾ മലബാറിൽ ശുശ്രൂഷിച്ചു. അതിനിടയ്ക്ക് 8 സഭകൾ സ്ഥാപിച്ചു. മലബാറിലെ ആദ്യത്തെ പെന്തക്കോസ്ത് സഭകൾ. മലബാറിന്റെ മണ്ണിൽ മിഷൻ വീടിന്റെ മണ്ണിൽ തന്നെ ന്യൂമോണിയ ബാധിച്ച് മരിച്ചു. ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടെ പോയാണ് ബോഡി കേരളത്തിലേക്ക്, അതായത് കോന്നിയിലേക്ക് കൊണ്ടിരുന്നത്, മലബാറിൽ ചുങ്കത്തറയിൽ. അപ്പോൾ ഈ പാപ്പന്മാരുടെയും വേറെ 2 പേര് പാസ്റ്റർ ടി എസ് മത്തായി, പാസ്റ്റർ ടി എസ് ചാണ്ടി, അവരൊക്കെ സുവിശേഷ വേലയിലാണ്, ഫുൾ ടൈം മിനിസ്റ്ററിലാണ്. ജോലിയായിരുന്നു, ഗൾഫിലായിരുന്നു, റാങ്കോയിലായിരുന്നു. എല്ലാ ജോലിയൊക്കെ രാജിവെച്ച് ഫുൾ ടൈം മിനിസ്റ്റർക്ക് വേണ്ടി വന്നു. അവിടെയൊക്കെ ജീവിത സാക്ഷി നമുക്കൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ഒരു മിഷണറി പാരമ്പര്യമുള്ള, സുവിശേഷ പാരമ്പര്യമുള്ള കുടുംബമാണ് പിതാവിന്റെ കുടുംബം. എന്നാൽ അമ്മയുടെ കുടുംബം പ്രധാനമായിട്ടും മർത്തമ ബാക്ക്ഗ്രൗണ്ടാണ്. 99% മർത്തമക്കാരാണ്. 120 വർഷമായി, 5 തലമുറയായി എൻ്റെ അമ്മ മാത്രമേ പെന്തക്കോസ്ത് വിശ്വാസത്തിലുള്ളൂ. ഒരൊറ്റ വ്യക്തി, ഷീസ് ദ ഓൺലി പേഴ്സൺ. അങ്ങനെ ഒരു കുടുംബം ലോകത്തിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ആരെങ്കിലുമൊക്കെ വിശ്വാസത്തിലേക്ക്, പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരും. പക്ഷെങ്കിൽ ആ ഒരു ഫാമിലിയിൽ മാത്രം എൻ്റെ അമ്മ മാത്രമേ കഴിഞ്ഞ 120 വർഷത്തെ ഗ്യാപ്പിൽ എൻ്റെ അറിവിൽ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളൂ. പ്രത്യേകിച്ച് ആ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പെന്തക്കോസ്തിന്റെ ഒരു പാരമ്പര്യം, കോന്നിയിലെ ആദ്യത്തെ പെന്തക്കോസ്ത് ചർച്ച് എൻ്റെ ഉപ്പാപ്പന്മാരുടെ, ഫാദറിന്റെ അമ്മയുടെയും ഫാദറിന്റെ ബ്രദേഴ്സിന്റെയും സിസ്റ്ററിന്റെയൊക്കെ ചർച്ചാണ്. അത് PMG പെന്തക്കോസ്റ്റൽ മാറാനാഥ ചർച്ച് ട്രിവാൻഡ്രത്തിന്റെ ബ്രാഞ്ചാണ്. അന്ന് കോന്നിയിൽ ഒരൊറ്റ പെന്തക്കോസ്ത് ചർച്ചയേ ഉള്ളൂ, ഒറ്റ പെന്തക്കോസ്ത് കൺവെൻഷനേ ഉള്ളൂ. അന്ന് ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്, 7-8 ക്ലാസ് പഠിക്കുന്ന കാലമാണ് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് കോന്നിയിൽ ഒരു 25 പെന്തക്കോസ്ത് വിഭാഗങ്ങൾ കാണുമായിരിക്കും, അതിൽ കൂടുതൽ കാണുമായിരിക്കും, പല ഡിനോമിനേഷൻസ്. അന്ന് ഒറ്റ ചർച്ച, സിംഗിൾ ചർച്ച്. ഈ കാണും അന്നിങ്ങനെ സഭാ വ്യത്യാസങ്ങളൊന്നുമില്ല. മർത്തമക്കാരനും ഓർത്തഡോക്സുകാരനും ഒക്കെ കൺവെൻഷൻ കേൾക്കാൻ വരും, ഇവാഞ്ചലിക്കക്കാർ വരും. അന്നൊക്കെ പ്രസംഗിക്കുന്നത് പെന്തക്കോസ്തിലെ മഹാരാജന്മാരാണ്. കലമേൽ കുഞ്ഞുമോനച്ചൻ, പാസ്റ്റർ PAV സാം, പാസ്റ്റർ ME ചാക്കോ, അതുപോലെ തന്നെ ഭാര്യാപരൻ യോനാച്ചൻ, കൂടുതൽ കുഞ്ഞുഞ്ഞു പ്രവാചകൻ, പാസ്റ്റർ MA ജോൺ, പാസ്റ്റർ MA വർഗീസ്, ട്രിവാൻഡ്രത്ത് മാറാത്ത PMG ചർച്ചിലെ പ്രഗത്ഭരായ നേതാക്കൾ. അപ്പോൾ അതിപ്രഗത്ഭരായ ശുശ്രൂഷർ, ഇവരുടെയൊക്കെ ശുശ്രൂഷ കണ്ടാണ് നമ്മൾ വളരുന്നത്. ഇവരുടെയൊക്കെ കൈവയ്പ് ലഭിച്ചാണ് നമ്മൾ വളരുന്നത്. കാര്യം ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ പെങ്ങളൊക്കെ പ്രസംഗം കേൾക്കാൻ പോകും. കാര്യം ഉപ്പാവന്മാരൊക്കെ പെന്തക്കോസ്തിലാണ്. ഞങ്ങൾ അല്പം മാറിയാണ് താമസിക്കുന്നത്. അങ്ങനെ പ്രസംഗം കേൾക്കാൻ പോകും. അവർ ബൈബിൾ സംബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കും. ഞങ്ങൾ ഫ്രണ്ട് റോയിൽ കാണും. പള്ളിയിൽ കിറക്കട്ട് ഞാനും എൻ്റെ ജ്യേഷ്ഠനും കാണും. അവർ ചോദ്യങ്ങൾ ചോദിക്കും, ഞങ്ങൾ ഉത്തരം പറയും. അപ്പോൾ ഏത് ചോദ്യം ചോദിച്ചാലും ദൈവം ഉത്തരം പറയാനൊക്കെ സാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രസംഗങ്ങൾക്കുള്ള സന്തോഷമാണ്. അപ്പോൾ ഭാര്യാപരൻ യോനാച്ചാന്റെയും കൂടുതൽ കുഞ്ഞുഞ്ഞു പ്രവാചകന്റെയും കലമേൽ കുഞ്ഞുമാച്ചാന്റെയും ഒക്കെ, അതുപോലെ PS സാം സാറൊക്കെ പ്രസംഗം, ME ചാക്ക സാറൊക്കെ പ്രസംഗം നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അവരൊക്കെ തലയിലേക്ക് വെച്ച് അനുഗ്രഹിച്ച ഒരു ഓർമ്മ എനിക്കുണ്ട്. അനുഗ്രഹമൊക്കെയാണെന്ന് ഈ ശുശ്രൂഷയിലേക്ക് വരാൻ ദൈവനെ സഹായിച്ചതെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ചെറുപ്പം മുതലേ ഒരു പെന്തക്കോസ്ത് ഇൻഫ്ലുവൻസ്, സത്യം എന്താണെന്നും സ്നാനം എന്താണെന്നും വിശ്വാസം എന്താണെന്നും സഭ എന്താണെന്നൊക്കെ ഒരു സ്പിരിച്വൽ മോറിങ്സ് തീർച്ചയായിട്ടും ജീവിതത്തിലുണ്ടായി. ആ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. എന്നാൽ പട്ടണത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി നേർന്നതാണ്. വേറെ ഒരു ഓപ്ഷൻ നമുക്കില്ല എന്നറിയാം. അതിലാണ് വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവ് ഒരു സ്റ്റോഞ്ച് മർത്തമൈറ്റാണ്. ഒരു കോംപ്രമൈസും ഇല്ല. മരിക്കുമ്പോഴും മർത്തമ സഭയിലെ മെമ്പറായിട്ടാണ് മരിക്കുന്നത്. 35 വർഷങ്ങൾ വേദോസം പ്രസംഗിച്ച വ്യക്തിയാണ്. അച്ഛനില്ലെങ്കിൽ എൻ്റെ പിതാവാണ് പ്രസംഗിക്കുന്നത്. പല സ്റ്റേറ്റുകൾ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ച എൻ്റെ പിതാവാണ്. ഹോമിലിറ്റിക്സും ഹെർമനൂട്ടിക്സും എൻ്റെ പിതാവാണ് എന്നെ ബേസിക്കലി പഠിപ്പിച്ചത്. വചനം വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ വചനം തലനാരി വ്യാഖ്യാനിക്കുന്ന ഒരു അഭിഷക്തനായിരുന്നു. പെന്തക്കോസ്ത് വിശ്വാസി അല്ലെങ്കിലും പെന്തക്കോസ്ത് അനുഭവമുള്ള, പെന്തക്കോസ്തിന്റെ ശക്തിയിൽ ജീവിച്ച, പെന്തക്കോസ്തിന്റെ ആത്മാവിനെ നയിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പിതാവിന്റെ മരണശേഷമാണ്
ആദ്യമായിട്ട് മാതാവ്, ജ്യേഷ്ഠൻ, പിന്നെ എൻ്റെ പെങ്ങൾ, അങ്ങനെ കുടുംബമായിട്ട് പെന്തക്കോസ്തിലേക്ക് പോകാനായിട്ട് ഇടയായത്. പെന്തക്കോസ്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട റീസൺ ഞാൻ പറഞ്ഞല്ലോ. പെന്തക്കോസ് ഉപദേശങ്ങളുടെ സ്വാധീനം എൻ്റെ ജീവിതത്തിലുണ്ട്. പെന്തക്കോസ്തിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അഭിഷേകം പ്രാപിച്ചു. 34-ാമത്തെ വയസ്സിൽ സ്നാനം സ്വീകരിച്ചു. ഞാൻ സ്നാനപ്പെടുന്നതിന് ഒരു വർഷം മുമ്പേ എൻ്റെ വൈഫ് സ്നാനപ്പെട്ടു. രണ്ടുപേരും അഭിഷേകം പ്രാപിച്ചു. അങ്ങനെ അഭിഷേകത്തിന്റെ ശുശ്രൂഷയാണ്. അച്ഛനായിരുന്നെങ്കിലും പാസ്റ്റർ അച്ഛൻ എന്നൊക്കെയാണ് ജനങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്, കളിയാക്കിയാണെങ്കിലും. കാര്യം ഒരു പാസ്റ്ററുടെ ശുശ്രൂഷയാണ് വൈദ്യനായിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. കൃപാവരങ്ങളുടെ ശുശ്രൂഷ, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവുള്ള ഒരു അഭിഷേക ശുശ്രൂഷയായിരുന്നു. വചന ശുശ്രൂഷയൊക്കെ എങ്ങനെയായിരുന്നു. അപ്പോൾ സ്നാനം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും പുറത്തിറങ്ങാൻ, അതായത് പുറത്തു വരാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. കാര്യം 34-ാം ദിവസം സ്നാനപ്പെട്ടപ്പോൾ ലോകം മുഴുവൻ എതിരായി. എൻ്റെ മാതാവും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും, ഈ 3 പേരൊഴിച്ച് ഭൂമിയിലുള്ള സകല കുടുംബക്കാരും സകല ബന്ധക്കാരും സകല ചാർച്ചക്കാരും സകല സഭക്കാരും എനിക്കെതിരായി. അങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനായി. അങ്ങനെ വീണ്ടും ഒരു 20 വർഷങ്ങൾ സഭയിൽ തുടരേണ്ടി വന്നു. 98-ൽ സ്നാനപ്പെട്ടു. 2018 വരെ നീണ്ട 20 വർഷങ്ങൾ മർദ്ദത്തിലെ വൈദ്യനായിട്ട് പല സ്ഥലങ്ങളിൽ തുടരേണ്ടി വന്നു. സ്വദേശത്തും വിദേശത്തും തുടരേണ്ടി വന്നു. എന്നാൽ ഏറ്റവും വലിയ വിസ്മയം എന്ന് പറയുന്നത്, സ്നാനം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും പുറത്തു വരാൻ നിവൃത്തിയില്ലാതെ 20 വർഷങ്ങൾ തുടർന്നപ്പോഴും എനിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ദൈവസ്നേഹത്തെ എനിക്കൊരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. എന്നേക്കാൾ ശക്തരും എന്നേക്കാൾ യോഗ്യരും എന്നേക്കാൾ പ്രഗത്ഭരും എന്നേക്കാൾ അർഹരുമായ ആയിരക്കണക്കിന് പേര് എല്ലാ സഭകളിലും ഉള്ളപ്പോൾ, ഈ ബലഹീനായ എനിക്ക് വേണ്ടി, എൻ്റെ മടങ്ങിവരവിന് വേണ്ടി കർത്താവ് 20 വർഷം ക്ഷമയോടെ കാത്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, ദൈവത്തിന്റെ ദിവ്യ സ്നേഹത്തിന്റെ ആഴത്തെ എനിക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. He was exclusively waiting for me. ഞാനന്ന് മർത്തമസഭയുടെ ഗോസ്പൽ ടീമിന്റെ ഡയറക്ടറാണ്. സഭയുടെ ഗോസ്പൽ ടീം എന്ന് പറയുമ്പോൾ സഭയിലെ 1385 പള്ളികളും കവർ ചെയ്യുന്ന ടീമാണ്. സ്വദേശത്തും വിദേശത്തൊക്കെ പോകാനായിട്ട് ശുശ്രൂഷിക്കാൻ അനുവാദമുള്ള ടീമാണ്. 13 ഡയസിന് പോയി ശുശ്രൂഷിക്കാൻ അനുവാദം. അങ്ങനെ എല്ലാ ഡയസിനും മാറി മാറി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ആൻഡമാൻസിലേക്ക് പോകേണ്ടി വന്നു. കാര്യം 44 വർഷത്തോടെ ആൻഡമാൻസിൽ ഗോസ്പൽ ടീം പോയിട്ട് വളരെ എക്സ്പെൻസീവാണ്. എൻ്റെ ഒരു സ്നേഹിതൻ, ആത്മാർത്ഥ സ്നേഹിതൻ ആണ് ഒരു ഷിബു ജോൺ മാത്യു എന്ന് പറയുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ ടിക്കറ്റ് മുഴുവൻ എടുത്തു തന്നത്. ടീമിന്റെ 8 പേരുടെ ടിക്കറ്റ് മുഴുവൻ എടുത്തു തന്നു. ഇൻസ്ട്രുമെന്റ് സഹിതം സൗണ്ട് സിസ്റ്റം സഹിതം ഫ്ലൈറ്റിൽ മദ്രാസിന് കൊണ്ടുപോകണം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ടിക്കറ്റാണ്. കാര്യം 8 പേരുടെ ടിക്കറ്റും അതുപോലെ തന്നെ ലഗേജ് ചാർജും എല്ലാം കൂടെ. സൗണ്ട് സിസ്റ്റം ഒന്നും അവിടെ കിട്ടത്തില്ല. ഞങ്ങൾ സൗണ്ട് സിസ്റ്റം വരെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വന്നു. പ്രധാനപ്പെട്ട ബോക്സുകളും ഇൻസ്ട്രുമെന്റ്സും കൊണ്ടുപോകേണ്ടി വന്നു. ഷിബു ജോൺ സാറിനെ നന്ദിയോടെ സ്മരിക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കലും മർത്തമസഭയുടെ ഗോസ്പൽ ടീമിന് ആൻഡമാൻസ് 44 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഗോസ്പൽ ടീം പോകുന്നത്. നീണ്ട 16 ദിവസങ്ങളുടെ ശുശ്രൂഷയാണ്. ഏകദേശം 330 കിലോമീറ്റർ റോഡിൽ കൂടെ സഞ്ചരിക്കണം. 16 ദിവസം കൊണ്ട് ഏകദേശം 8ഓളം ചർച്ചസും പിന്നെ മിഷൻ വീട് ധാരാളമുണ്ട്. എല്ലായിടത്തും പോകാൻ സാധിച്ചില്ല. 330 കിലോമീറ്റർ റോഡിൽ സഞ്ചരിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. പോർട്ട് ബ്ലെയറിൽ നിന്ന് 330 കിലോമീറ്റർ അകലെയാണ് ഡിജിലിപ്പൂർ എന്ന് പറയുന്ന കടൽ തീരം. അവിടെയാണ് ഡിജിലിപ്പൂർ മാർത്തോമ ചർച്ച്. 2017 സംഭവിക്കുന്നത്. 2017 നവംബർ മാസം 15-ാം തീയതി ഞാൻ ഡിജിലിപ്പൂർ മാർത്തോമ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡമാൻസിന്റെ പ്രത്യേകത, അവിടെ അങ്ങനെ സഭാവ്യത്യാസങ്ങളൊന്നുമില്ല. ആര് പ്രസംഗിച്ചാലും കേൾക്കാൻ ജനങ്ങൾ വരും. മർത്തോമക്കാരുടെ കൺവെൻഷൻ ഓർത്തഡോക്സുകാരും വരും, ഓർത്തഡോക്സുകാരുടെ കൺവെൻഷൻ ബെന്തിക്കോസുകാരും വരും, ബെന്തിക്കോസുകാരുടെ കൺവെൻഷൻ മർത്തോമക്കാർ വരും. കാര്യം വീണ് കിട്ടുന്ന അവസരം പോലെ വല്ലപ്പോഴുമാണ് ഒരു പ്രസംഗം. കാര്യം എക്സ്പെൻസീവ് ആണ്. അങ്ങനെ പ്രസംഗരെ കൊണ്ടുവരാനും മുതിരാറില്ല. കാര്യം ഫ്ലൈറ്റ് ടിക്കറ്റ് വളരെ കൂടുതലാണ്, വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ പ്രസംഗിച്ച അന്നത്തെ മീറ്റിംഗിൽ 7 ഭാഷക്കാർ, 7 സഭയിലെ പാസ്റ്റർമാർ, അച്ഛന്മാരൊക്കെ ഒന്ന് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു. പ്രസംഗം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഒരു ഇവാഞ്ചലിസ്റ്റ് ബോബ്സ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഇവാഞ്ചലിസ്റ്റ് ആണ്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ ദൈവനെ ദർശനം കാണിക്കുന്നു. ദർശനം മറ്റൊന്നുമല്ല, എന്നെപ്പറ്റി കർത്താവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷയെ പറ്റിയുള്ള ദർശനമായിരുന്നു. അത് 2017 നവംബർ മാസം 15-ാം തീയതിയാണ്. 2017 നവംബർ മാസം 16-ാം തീയതി അതേ പള്ളിയിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്, ഡിജിലിപ്പൂർ മാർത്തോമ ചർച്ച്. 17-ാം തീയതി മായാവന്തർ മാർത്തോമ ചർച്ചിലാണ്. 3 ദിവസങ്ങളിലും ദർശനം ആവർത്തിക്കപ്പെട്ടു. 3 ദിവസങ്ങൾ ഒരേ ദർശനമാണ് ആവർത്തിക്കപ്പെടുന്നത്. ദർശനമില്ല, ഒറ്റ ദർശനമാണ്. കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ദർശനമാണ്. അപ്പൊ ദൈവാത്മാവ് വചനത്തിൽ കൂടെ സംസാരിക്കാൻ തുടങ്ങുന്നു, സ്വപ്നങ്ങളിൽ കൂടെ സംസാരിക്കുന്നു, ദർശനങ്ങളിലൂടെ സംസാരിക്കുന്നു.
ദൈവദാസന്മാരുടെ പ്രവചനങ്ങൾ കൂടെ സംസാരിക്കുന്നു. കാര്യം ഞാൻ 20 വർഷമായിട്ട് കംപ്ലീറ്റ് ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇനി നിനക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ല. ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചു. ദൈവത്തിന്റെ ന്യായവിധി കുടുംബത്തിന്മേൽ വരാനായിട്ട് സമയമായെന്ന് ഒരു പരിചയമില്ലാത്തതായ പ്രവാചകന്മാരൊക്കെ പ്രവചിക്കാൻ തുടങ്ങുന്നു. ആര് കണ്ടാലും ദൈവദിനം അങ്ങനെയാണ് പറയുന്നത്. ഏത് വചനം എടുത്താലും ഞാൻ ഇറങ്ങേണ്ട അതിന്റെ അടിയന്തരമായ അനിവാര്യതയെ പറ്റിയുള്ള വചനങ്ങളാണ് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി മനസ്സിലായപ്പോൾ ഇറങ്ങാൻ തീരുമാനിച്ചു. മറ്റേ ചോയ്സ് ഒന്നുമില്ല. അങ്ങനെ വളരെ പ്രാർത്ഥനയോടെ, അത് 2017 നവംബറാണ്. നമുക്കറിയാം മാർച്ച് മാസമാണ് മാർത്തോമസയുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത്. മാർച്ച് മാസം 31. അപ്പോൾ ലക്ഷങ്ങളുടെ കണക്കാണ്. കണക്കെല്ലാം ഓഡിറ്റ് ചെയ്ത് കണക്കെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് രാജിവെച്ച് പോകാനായിട്ട് സാധിക്കൂ. അപ്പോൾ നവംബർ മാസേ രാജി പ്ലാൻ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു, കാര്യങ്ങൾ ക്രമീകരിച്ചു. നേരത്തെ തന്നെ കണക്കെല്ലാം കൊടുത്തു, കണക്കെല്ലാം ഓഡിറ്റ് ചെയ്തു. എല്ലാ 100% കണക്കെല്ലാം ഓഡിറ്റ് കറക്റ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ 2018 ഏപ്രിൽ മാസം 8-ാം തീയതി രാജിക്കത്ത് കൊടുത്തു. 2018 ജൂലൈ മാസം 16-ാം തീയതിയാണ് എൻ്റെ രാജി അംഗീകരിക്കുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഏകദേശം 3 മാസത്തിലധികം രാജി അംഗീകരിക്കാണ്ട് സിനഡ് വൈമുഖ്യം കാണിച്ചു. കാര്യം ഞാൻ മടങ്ങി വരുന്നൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ മടങ്ങി വരുന്നതില്ലെന്ന് ബോധ്യമായപ്പോൾ അന്നത്തെ മെട്രോപൊളിറ്റൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെട്രോപൊളിറ്റൻ എന്നെ വിളിച്ചു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഞാനിന്ന് ബോംബെയിലാണ്. കാര്യം കേരളത്തിൽ താമസിക്കാനൊക്കാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് എൻ്റെ മകളന്ന് ബോംബെയിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ് 3-ാം വർഷം. ഞാനും എൻ്റെ വൈഫും എൻ്റെ കൊച്ചുമകളും കൂടെ ബോംബെയിലേക്ക് പോയി. ഏകദേശം 3 മാസം മകളുടെ സ്റ്റുഡിയോ ഫ്ലാറ്റിൽ താമസിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഏലിയാവ് കരുത്തോട്ടിൽ താമസിച്ച പോലെ, സർവ്വയുടെ വിധവയുടെ വീട്ടിൽ താമസിച്ച പോലെ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഒറ്റപ്പെടലിന്റെയും ഒറ്റപ്പെടുത്തലിന്റെയും ഒക്കെ ഒരു അവസ്ഥയാണ്, ഏകാന്തയുടെ അവസ്ഥയാണ്. കാര്യം ആരും ഫ്രണ്ട്സ് ആരുമില്ല. രാജിക്കത്ത് കൊടുത്തു. ശമ്പളമില്ല, വരുമാനമില്ല, അലവൻസ് ഇല്ല, ഒരു സംവിധാനമില്ല, ഫിനാൻഷ്യൽ ഇൻകംസ് ഒന്നുമില്ല. നീണ്ട 27 വർഷങ്ങൾ വിശ്വാസത്തെ പറ്റി പ്രസംഗിച്ചു, വിശ്വാസത്തെ പറ്റി പഠിപ്പിച്ചു, വിശ്വാസത്തെ പറ്റി ക്ലാസ്സുകൾ എടുത്തു. ഞാൻ പഠിപ്പിച്ചതായ സബ്ജക്ട് എന്താണെന്നും വിശ്വാസം എന്താണെന്നും വിശ്വാസത്തിന്റെ പൂർത്തി പറ്റുന്ന ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നും വിശ്വാസത്തിന്റെ ആഴങ്ങളൊക്കെ എന്താണെന്ന് നീണ്ട വർഷങ്ങളെ കഴിഞ്ഞ് പിന്നിട്ടതായ 7 വർഷങ്ങൾ ദൈവനെ പഠിപ്പിച്ചു. വിശ്വാസം എന്ന് പറയുന്നത് പ്രസംഗ വിഷയമല്ല, വിശ്വാസ അനുഭവത്തിന്റെ വിഷയമാണ്. വിശ്വാസം അറിവിന്റെ തലമല്ല, വിശ്വാസ അനുഭവത്തിന്റെ തലമാണെന്ന് പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് എന്നെ പഠിപ്പിച്ചു. ഈ 7.5 വർഷങ്ങൾ, പെന്തക്കോസ്തുമായി ബന്ധപ്പെട്ട 7.5 വർഷങ്ങൾ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളുടെ മഹത്വം കാണുവാൻ, ദൈവത്തിന്റെ വല്ലഭത്വം കാണുവാൻ ദൈവം അവസരം നൽകിയതായ വർഷങ്ങളാണ്. ഞാൻ മാർത്തോമാ സഭയുടെ പൗരത്വം ഉപേക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട 2 റീസൺസ്. ഒന്ന്, സ്നാന സംബന്ധമായ വിഷയങ്ങളാണ്. വിശ്വാസത്തിനാണ്. ഒന്ന് സ്നാനമല്ല, ഫെയ്ത്ത് ബാപ്റ്റിസം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. വചനത്തിന്റെ സത്യം അതാണ്. ന്യൂ ടെസ്റ്റ്മെന്റിലെ സ്നാനവുമായി ബന്ധപ്പെട്ട ഏത് ടെസ്റ്റ് എടുത്ത് പഠിച്ചാലും ശിശുസ്നാനത്തെ പറ്റി ഒരു റെഫറൻസ് എവിടെയില്ല. വേദോത്സവം ഉടനീളം പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് എവിടെയില്ല. അസംഷൻ മാത്രമേ ഉള്ളൂ. കാരാഗ്രഹണി കുടുംബമായിട്ട് സ്നാനമേറ്റപ്പോൾ ആ കുടുംബത്തിൽ ശിശുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള അസംഷനാണ്. ലുദിയയുടെ കുടുംബം, ക്രിസ്പോസിന്റെ കുടുംബം, ഗായോസിന്റെ കുടുംബം, ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടെന്നൊരു അസംഷനിലാണ്. കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. തീസിസും ആന്റി തീസിസുമാണ്. അപ്പൊ അതൊരു ശക്തമായ പ്രൂഫ് അല്ല. തന്നെയുമല്ല, സ്നാന സംബന്ധമായ വിഷയങ്ങളെ പറ്റിയുള്ള മുഴുവൻ ബിബ്ലിക്കൽ പോർഷൻസും പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അച്ഛനായിരുന്നപ്പോഴും പല ബൈബിൾ കോളേജിൽ മാറി മാറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സഭയുടെ. അപ്പോൾ പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും ഫലമായിട്ട് മനസ്സിലായി, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണം. ഞങ്ങൾ ദൈവാത്മാവിനോട് കൃത്യമായി സംസാരിച്ച്, വിശ്വസിച്ചതിന് ശേഷം സ്നാനമേൽക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിനെ ഒഴിവാക്കാൻ സാധ്യമല്ല, തള്ളിക്കളയാൻ സാധ്യമല്ല എന്ന് ആത്മാവ് ശക്തമായിട്ട് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് സ്നാനമെടുക്കാൻ തീരുമാനിച്ചത്. എന്റെ ജ്യേഷ്ഠനാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. 1998 നമ്മുടെ പന്തളത്തൂടെ പോകുന്ന MC റോഡിന്റെ പാലം ഉണ്ടല്ലോ, പന്തളത്തെ പാലം, ആ നദിയുടെ അടിയിലാണ് എന്റെ ജ്യേഷ്ഠനെ സ്നാനപ്പെടുത്തിയത്. അതിനുശേഷം ഏകദേശം ഒരു 4-4.5 വർഷങ്ങൾ ഇമ്മാനുവൽ ഫെയ്ത്ത് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു. ജ്യേഷ്ഠനുമായിട്ട് ചേർന്ന് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങൾ, നോർത്ത് ഇന്ത്യൻ വില്ലേജസ്, നോർത്ത് ഇന്ത്യൻ ടൗൺസ് ഒക്കെ സുവിശേഷം വേണ്ടി പോയത് എനിക്ക് ഓർമ്മയുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ഒരു 10ഓളം സ്റ്റേറ്റുകൾ സുവിശേഷം അറിയിക്കാൻ ദൈവനെ അയച്ചു. ഒത്തിരി സുവിശേഷ മഹോത്സവങ്ങൾ പ്രസംഗിക്കാൻ അവസരം നൽകി. 2022 ഓഗസ്റ്റ് മാസം മുതലാണ് അസംബ്ലീസ് ലോഡിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ 7.5 വർഷങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ വർഷങ്ങളാണ്, ദൈവത്തിന്റെ കൃപയുടെ വർഷങ്ങളാണ്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയുടെ വർഷങ്ങളാണ്. ഞങ്ങൾ വിശ്വാസത്തിന് വേണ്ടി
സ്റ്റെപ്പ് എടുക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മകൾ മെഡിക്കൽ കോളേജിൽ 3-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏഞ്ചൽ എൽസ വർഗീസ്. അപ്പോഴാണ് 3-ാം വർഷം പഠനം കൂടെ അവസാനിക്കുന്നുള്ളൂ. പിന്നെ 2.5 വർഷം കൂടെ പഠനം അവശേഷിക്കുന്നുണ്ട്. ജീവിത അനിശ്ചിതത്വത്തിലാണ്. ഫിനാൻഷ്യലായിട്ടൊക്കെ നോക്കുമ്പോൾ ഒരു ഏണിങ്സും ഇല്ല, ഒരു പെർമനന്റ് ഇൻകവും ഇല്ല, വിശ്വാസം മാത്രമാണ് കൈമുതൽ. ഇളയ മകൾ BA ഇംഗ്ലീഷിന് ചേരാനായിട്ട് മാർത്തോമ കോളേജിൽ, തിരുവല്ല മാർത്തോമ കോളേജിൽ ചേരാനായിട്ട് അഡ്മിഷൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ മെഡിക്കൽ കോളേജിൽ MBS 3-ാം വർഷം, ഒരാൾ BA ഫസ്റ്റ് ഇയർ. ജീവിതം മുഴുവൻ അൺസർട്ടനിറ്റിയാണ്. കാര്യം നാളുകളെ പറ്റി യാതൊരു ബോധ്യവുമില്ല, വിശ്വാസം മാത്രമാണ് ബാക്കി പത്ത്. അതിൽ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ എന്റെ സാക്ഷ്യം എനിക്ക് പറയാൻ സാധിക്കും. പിന്നിട്ട് 7.5 വർഷങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികളുടെ വലിപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന്റെ വിളിയുടെ ആഴം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാണാവുന്ന, കണ്ണുകൊണ്ട് കാണാവുന്ന, കൈകൊണ്ട് തൊടാവുന്ന, ഹൃദയം കൊണ്ട് നിരൂപിക്കാവുന്ന ഒരു ഫിനാൻഷ്യൽ റിസോഴ്സ് ഇല്ലെങ്കിലും 7.5 വർഷങ്ങൾ ക്ഷേമമായി പോറ്റിയ ദൈവത്തിന്റെ കൃപയെ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഏലിയാവിനെ കരുത്തോട്ടിൽ കാക്കകൊണ്ട് ദൈവം പോറ്റിയതുപോലെ നീണ്ട 30 മാസങ്ങൾ അല്ലെങ്കിൽ 2.5 വർഷം ഏലിയാവിനെ സർവ്വതയുടെ വിധവയുടെ വീട്ടിൽ പോറ്റിയതുപോലെ ദൈവം എന്നെയും എന്റെ കുടുംബത്തെ നയിച്ച വഴികൾ, സ്തോത്രം. 1 ലിറ്റർ പെട്രോൾ അടിക്കാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെട്ട ദിവസങ്ങൾ എനിക്കുണ്ട്. സ്തോത്രാഴ്ചയിടാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെട്ട ദിവസങ്ങളുണ്ട്. എന്നാൽ പട്ടിണി അടക്കേണ്ടി വന്നിട്ട് ജയോത്സവം, പ്രത്യേകിച്ച് കോവിഡിന്റെ കാലഘട്ടങ്ങളാണ് ഞാൻ രാജിവെക്കുന്നത്. ഇന്ന് പ്രോഗ്രാംസ് ഒന്നുമില്ല. 2 വർഷത്തേക്ക് നമുക്കറിയാം ആരാധനാലയങ്ങളൊക്കെ അടച്ചുപൂട്ടിയിരിക്കുക, സൂം സർവീസ് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിന്റെയൊക്കെ മധ്യത്തിലും ദൈവത്തിന്റെ റിസോഴ്സസ് എന്താണ്? എല്ലാ വഴികളും അടയുമ്പോൾ ദൈവത്തിന്റെ വഴികൾ എങ്ങനെയാണ് തുറക്കുന്നത്? എല്ലാ സഹായഹസ്തങ്ങളും പിൻവലിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഹസ്തം എങ്ങനെയാണ് നീട്ടപ്പെടുന്നത്? കാണേണ്ടവർ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ, ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ, നമ്മെ ശ്രദ്ധിക്കുന്ന, നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ദൈവം എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ദൈവം അവസരം നൽകി. അത് നന്ദിയോടെ സ്മരിക്കുകയാണ്. നീണ്ട 7.5 വർഷങ്ങൾ ദൈവം നടത്തിയ വഴികൾ, ശുശ്രൂഷയുടെ, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 3 വർഷമായി അസംബ്ലീസ് ബോർഡുമായുള്ള ബന്ധത്തിൽ ശുശ്രൂഷിക്കുന്നു. അസംബ്ലീസ് ബോർഡിന്റെ 3-ാമത്തെ ബൈബിൾ കോളേജാണ് ഹൈ റേഞ്ച് ട്രിനിറ്റി ബൈബിൾ കോളേജ്. ഇടുക്കി ജില്ലയിലെ ഇപ്പോഴത്തെ പെന്തക്കോസ്തുകാരുടെ ഏക ബൈബിൾ കോളേജ് അത് മാത്രമാണ്. ഒറ്റ ബൈബിൾ കോളേജേ ഉള്ളൂ ഹോൾ ജില്ലയിൽ. അസംബ്ലീസ് ബോർഡ് മലയാളം ഡിസ്ട്രിക്റ്റിൽ 1200 പാസ്റ്റേഴ്സ് ആണ്. അവരുടെ ട്രെയിനിങ് ആണ് പ്രധാനമായിട്ട്. അവരുടെ പാസ്റ്റൽ ഫോർമേഷൻ സെന്റർ ആണ്. അവരുടെ ട്രെയിനിങ്ങിന്റെ ചുമതല എനിക്കാണ്. അതേസമയം അവിടെ ബൈബിൾ കോളേജ് ഉണ്ട്. BTH, ഡിപ്ലോമ ഇൻ തിയോളജി, CTH, സർട്ടിഫിക്കറ്റ് ഇൻ മിസിയോളജി, സർട്ടിഫിക്കറ്റ് ഇൻ ക്രിസ്ത്യൻ, അങ്ങനെ 6 കോഴ്സുകൾ അവിടെ നടത്തപ്പെടുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഹിന്ദി ബെൽറ്റിൽ നിന്നും മലയാളം ബെൽറ്റിൽ നിന്നുള്ള കുഞ്ഞുങ്ങളോട് ഒന്ന് പഠിക്കുന്നു. വേറെ ഫാക്കൽറ്റി മെമ്പേഴ്സ് പഠിപ്പിക്കുന്നു. ആ ശുശ്രൂഷകൾ വിജയകരമായിട്ട് കർത്താവ് മുന്നോട്ട് നയിക്കുന്നു. ഒരു പ്രത്യേക സഭയുടെ ചാർജ് ഇല്ല. ഇപ്പോൾ ഞാൻ അംഗത്വം എടുത്തിരിക്കുന്നത് കുറ്റപ്പുഴ ബിദേൽ അസംബ്ലീസ് ബോർഡിലാണ്. പാസ്റ്റർ KS സാമുവലാണ് എൻ്റെ പാസ്റ്റർ. അദ്ദേഹം ഞങ്ങളുടെ തിരുവല്ല സെക്ഷന്റെ പ്രൊസ്പെക്ടറാണ്. തിരുവല്ല സെക്ഷനിൽ ഞങ്ങൾ ഏകദേശം 25ഓളം പാസ്റ്റേഴ്സ് ഉണ്ട്. വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സെക്ഷനാണ് തിരുവല്ല സെക്ഷൻ. അപ്പോൾ ആഴ്ചയിൽ 5 ദിവസവും ബൈബിൾ കോളേജിലായിരിക്കും. അണക്കരയാണ്, കുമളി തേക്കടിക്കടുത്താണ്. 14 കിലോമീറ്റർ അകലെയാണ് അണക്കര. വീക്കെൻഡ്സ് മാത്രം ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് തിരുവല്ലയിലാണ്. വീക്കെൻഡ്സ് മാത്രം തിരുവല്ലയിലേക്ക് വരും. തിങ്കളാഴ്ച ആകുമ്പോൾ കോളേജിലേക്ക് മടങ്ങും. അങ്ങനെ ഒരു ശുശ്രൂഷയാണ് കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിന്റെ നിയോഗമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അനേക ദൈവദാസന്മാരുമായിട്ട് ബന്ധപ്പെടാനും അവരെ ശുശ്രൂഷയിൽ സഹായിക്കുവാനും അവരുടെ സഹായങ്ങളൊക്കെ സ്വീകരിക്കുവാനും അങ്ങനെ പരസ്പരം ബെനിഫിറ്റഡ് ആകാനൊക്കെ ദൈവം അവസരം നൽകി. 824 പാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് കഴിഞ്ഞു. അവരുടെ അനുഭവങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ശുശ്രൂഷയുടെ അപജയങ്ങൾ എന്തെല്ലാമാണ്, ശുശ്രൂഷയുടെ വിജയങ്ങൾ എന്തെല്ലാമാണ്, ശുശ്രൂഷയുടെ നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് കൃത്യമായിട്ട് കാണാൻ എനിക്ക് അവസരം നൽകി. ചെറുപ്പം മുതലേ എന്നെ ഭരിച്ചിരുന്ന ഒരു പാഷൻ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ പറ്റിയുള്ള ഭാരമാണ്. മിഷൻ. അച്ഛനായിരുന്നപ്പോഴും പാസ്റ്റർ ആയിരുന്നപ്പോഴും ഇപ്പോഴും എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് മിഷനാണ്. യേശുവിനെ എങ്ങനെ അറിയിക്കാൻ സാധിക്കും, യേശുവിനെ എങ്ങനെ പങ്കിടാൻ സാധിക്കും. അതിനുവേണ്ടി ചെറുപ്പം മുതലേ ഓണവാര വേലയുമായി ബന്ധപ്പെട്ട് ഗോസ്പൽ ടീംസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്തു. ഇപ്പോഴും പല ഗോസ്പൽ ടീംസുമായിട്ടും പല ബൈബിൾ കോളേജുമായിട്ടും ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ ഈ അവസരങ്ങളെ നൽകും. അധ്വാനിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അധ്വാനിക്കാനുള്ള വഴികളെ ദൈവം ഒരുക്കും. അതാണ് എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യം. ശൂന്യതയിലേക്ക് വന്നു, ദൈവം ഞങ്ങളെ അത്ഭുതമായിട്ട് വഴി നടത്തുന്നു. ശൂന്യതയിൽ നിന്ന് സകലത്തെ നികത്തുന്ന, സകലത്തെ നയിക്കുന്ന, സകലത്തെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പിന്നിട്ട് 7 വർഷങ്ങളിൽ
ശക്തമായ പ്രതിസന്ധികൾ, ഭീഷണികൾ, വെല്ലുവിളികൾ, ജീവന് നേരെയുള്ളതായ ത്രട്ടുകൾ ഇതൊക്കെ വന്നുവെങ്കിലും കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം സൂക്ഷിച്ച വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാജിവെച്ചപ്പോൾ കുഞ്ഞുങ്ങളുടെ പഠനം അവസാനിക്കുമെന്ന് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരൊക്കെ പറഞ്ഞു. എന്നാൽ പഠനം വിജയകരമായിട്ട് അവിടെ പൂർത്തീകരിച്ചു. അതിനുശേഷം വിദേശത്തേക്ക് മാസ്റ്റേഴ്സിന് വേണ്ടി കടന്നു വരാൻ ദൈവം അവളെ സഹായിച്ചു. ഇളയമകളും MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കേരളത്തിൽ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി പൂർത്തീകരിച്ചു. അതിനുശേഷം അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സിൽ ഒരു മാസ്റ്റേഴ്സിന് വേണ്ടി വരാൻ ദൈവം അവസരം നൽകി. അങ്ങനെ ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് അത്ഭുതമായിട്ട് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കൺസേൺ എന്താണെന്ന് ചോദിച്ചാൽ സഭകളുടെ ഉണർവിനെ പറ്റിയുള്ള കൺസേണാണ്. കാലവിന്റെ അന്ത്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് വരും എന്നുള്ളതിന് 100% ഗ്യാരണ്ടി ഉണ്ട്. കർത്താവ് വരുമ്പോൾ കർത്താവിനെ സ്വീകരിക്കാൻ ഒരു തലമുറയെ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൗത്യം. ഒരു വിശ്വാസ സമൂഹത്തെ അതിനുവേണ്ടി ഒരുക്കുവാനായിട്ടുള്ള നിയോഗം എൻ്റെ മേൽ നൽകപ്പെട്ടു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത്. ഇതിനോടകം അനേക സഭകൾ സന്ദർശിക്കുവാനും അനേക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാനും അനേക ശുശ്രൂഷകൾ അനുഭവിക്കുവാനും ഈ അവസരം നൽകി. ഞാൻ പറഞ്ഞില്ല, ഒന്നാമത് ഞാൻ മർത്തോമ സഭയുടെ പൗരോഹിത്യം ഉപേക്ഷിക്കാനുള്ള കാരണം ഒന്ന് സ്നാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തെ വിഷയം പൗരോഹിത്യ സംബന്ധമായ വിഷയമാണ്. ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സക്കറിയാവിന്റെ കാലത്തോടെ പൗരോഹിത്യം അവസാനിക്കുകയാണ്. സക്കറിയാവിന്റെ മകൻ യോഹന്നാൻ പുരോഹിതനാകേണ്ടതാണ്, പക്ഷെങ്കിൽ അവൻ പ്രവാചകനായിട്ടാണ് ജനിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ സക്കറിയാവിനോട് ചേർന്ന പൗരോഹിത്യ ശുശ്രൂഷ അവസാനിച്ചു എന്ന് വേദവസ്തം പറയുമ്പോൾ പിന്നീട് അതിനകത്ത് തുടരാൻ സാധ്യമല്ലാത്തൊരു സിറ്റുവേഷനായി. അങ്ങനെയാണ് പൗരോഹിത്യത്തോട് വിട പറഞ്ഞ് പാസ്റ്റർഷിപ്പിലേക്ക് പ്രവേശിക്കാൻ ഈ അവസരം നൽകി. ഞങ്ങൾ കുടുംബമായിട്ട് ക്ഷേമമായിരിക്കുന്നു. കർത്താവ് നൽകിയതായ സാക്ഷ്യം സ്വദേശത്തും വിദേശത്തും നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മക്കൾ രണ്ടുപേരും കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. കർത്താവിനെ വിശ്വസിക്കുന്ന മക്കളാണ്. കർത്താവിന്റെ കൃപയിൽ ചേർന്ന് ജീവിക്കാൻ അവസരം നൽകുന്നു. പല ഗോസ്പൽ ടീംസുമായി ബന്ധപ്പെട്ട്, പല മിഷൻ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട്, പല ബൈബിൾ കോളേജുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷകൾ നിർവഹിക്കാൻ അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. അതവർക്ക് ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ടെന്നാൽ 2026 പ്രവേശിക്കുമ്പോൾ എനിക്ക് നൽകാനുള്ള സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, പ്രതിസന്ധികൾ തളർന്നു പോകാൻ നിൽക്കാൻ ദൈവം സഹായിക്കും. എൻ്റെ മൂത്ത മകൾ, എൻ്റെ ഒന്നാമത്തെ മകൾ മരിച്ചുപോയി. ജനിച്ച ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മരിച്ചു. എൻ്റെ കുഞ്ഞിനെ ഞാനാണ് അടക്കിയതെന്ന്. അതിനുശേഷം നൽകപ്പെട്ട മകളാണ് ഡോക്ടർ ഏഞ്ചൽ. അവള് കർത്താവിന്റെ വേലയിലാണ്. രാത്രിയും പോലും വിശ്രമമില്ലാതെ കർത്താവിന്റെ വേലയിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അയക്കുന്ന സ്ഥലങ്ങളിലും ദേശങ്ങളിലും സമൂഹങ്ങളിലും രാജ്യങ്ങളിലൊക്കെ ദൈവം ഞങ്ങളെ രണ്ടുപേരെയും ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൂന്നാമത്തെ മകളും ശുശ്രൂഷയിലാണ്. വൈഫ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ സപ്പോർട്ടീവ് ഫോഴ്സായിട്ട് തുടരുന്നു. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ റെയ്നാഡ് ബോംഗെ പറഞ്ഞ പോലെ ഡീപോപ്പുലേഷൻ ഓഫ് ഹെൽ ആൻഡ് ക്രൗഡിംഗ് ഓഫ് ഹെവൻ, നരകത്തെ ശൂന്യമാക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള നിയോഗമാണ് ദൈവം സഭയുടെ മേൽ നൽകപ്പെട്ടിരിക്കുന്നത്. നരകത്തെ ശൂന്യമാക്കി സ്വർഗത്തെ നിറയ്ക്കുന്ന, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിയെ വർദ്ധിപ്പിക്കുന്ന വലിയ ശുശ്രൂഷയാണ് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിച്ചും എന്ത് വില കൊടുത്തും നിൽപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അനേക ദേശങ്ങളിൽ ശുശ്രൂഷിക്കാൻ ഈ അവസരം നൽകി. അനേക ദേവദാസന്മാരെ പരിചയപ്പെടാൻ ഈ അവസരം നൽകി. അങ്ങനെ ബോംബെ വാപ്പിയിൽ വെച്ച് നടന്ന അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പാസ്റ്റേഴ്സ് കോൺഫറൻസിലാണ് ദാനിയൽ ജോൺ പാസ്റ്ററെ പരിചയപ്പെടാൻ ഈ അവസരം നൽകിയത്. അന്നാണ് ഇങ്ങനെ ഒരു ടിവിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ശുശ്രൂഷിക്കേണ്ട ഒരു അവസരം ലഭിച്ചു. എന്നാൽ ഇന്നാണ് സാധ്യമായി തീർന്നത്. എന്റെ സാക്ഷ്യം നൽകുന്ന ഒരു വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം നമുക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നീട് അതിനുവേണ്ടി നമ്മൾ വില കൊടുത്ത് ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. നമുക്ക് തീരുമാനങ്ങൾ വൈകിപ്പിക്കാൻ സാധ്യമല്ല. നമ്മൾ വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾ അത് നിലനിൽക്കുമെന്ന് സംശയമാണ്. കാര്യം അത്രമാത്രം സങ്കീർണമാണ് കാലത്തിന്റെ പോക്ക്. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി തീരുമാനം എടുക്കുമ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആയ ഒരു പൊസിഷനാണ്, അപകടകരമായ ഒരു സമർപ്പണമാണ്. ഒരു പക്ഷേ ജീവിതത്തിന്റെ സകല നന്മകളും നഷ്ടപ്പെട്ടെന്നിരിക്കും, ജീവിതത്തിന് അംഗീകാരങ്ങൾ നഷ്ടപ്പെട്ടെന്നിരിക്കും. പക്ഷെങ്കിൽ നമ്മെ അംഗീകരിക്കുന്ന, നമ്മുടെ ശുശ്രൂഷയെ അംഗീകരിക്കുന്ന, ശുശ്രൂഷയ്ക്ക് അവരും ആവശ്യമായ ഊർജ്ജം പകരുന്ന ക്രിസ്തുവാണ് നമ്മുടെ നായകൻ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിയുമായ ക്രിസ്തുവിനെ നോക്കിയുള്ളവരാണ് അപ്പോസ്തലന്മാർ നമ്മെ വെല്ലുവിളിക്കുന്നത്. അതിനാൽ വിശ്വാസവനായ ക്രിസ്തുവിനെ നോക്കി ദൈവം അയക്കുന്ന സ്ഥലങ്ങളിൽ ദൈവമേൽപ്പിക്കുന്ന ശുശ്രൂഷ നടപടിയായിട്ട് നിർത്തുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. 2025 ദൈവത്തിന്റെ സാന്നിധ്യം ഏൽപ്പിക്കാൻ ദൈവം അവസരം നൽകി.
2026 എന്നൊരു വർഷം ദൈവം നൽകുന്നെങ്കിൽ കർത്താവ് അയക്കുന്ന സ്ഥലങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ശുശ്രൂഷിപ്പാൻ മാത്രമല്ല, ശുശ്രൂഷ അനുഭവിപ്പാൻ, ഒരു ശുശ്രൂഷനായി തുടരാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. അതിന് അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകരുടെയും എല്ലാ പ്രിയപ്പെട്ട പാസ്റ്റർമാരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. പ്രതിസന്ധിയുടെ മധ്യത്തിൽ കർത്താവ് ധൈര്യത്തോടെ നിർത്തട്ടെ. അനാവശ്യമായ ബലവും ശക്തിയും പോരട്ടെ. നമ്മൾ പകരപ്പെട്ടതായ വിശ്വാസത്തിന്റെ ദീപശിഖ ആർക്കും കെടുത്തിക്കളയാൻ സാധ്യമല്ല, ആർക്കും അതിന്റെ ശോഭയെ മങ്ങിക്കളയാൻ സാധ്യമല്ല. അത് കത്തിജ്വലിക്കും, തലമുറകളുള്ളത് കത്തിജ്വലിക്കും. അങ്ങനെ അനേകരെ കർത്താവിലേക്ക് നയിക്കുന്ന അനേകം നിത്യതമായി ബന്ധിപ്പിക്കുന്ന ഈ വലിയ ശുശ്രൂഷയ്ക്ക് അരോമ ടിവിയെ ഉപയോഗിക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒത്തിരി സമയം വേർതിരിച്ച് അധ്വാനങ്ങൾ കാഴ്ചവെക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ദാനിയേൽ ദേവനോട് നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ അവസരം എനിക്ക് നൽകി ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവെ, ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ തന്ന വലിയ ഭാഗ്യത്തിനായ നിയോഗത്തിനായ സ്തോത്രം. അരോമ ടിവിക്ക് വേണ്ടിയും അതിന്റെ സംഘാടകനായ പാസ്റ്റർ ദാനിയേൽ ജോണിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ടീമിനായ സ്തോത്രം. അനേക വർഷങ്ങളായിട്ട് ഈ ടെലിവിഷൻ ശുശ്രൂഷ തുടരുവാൻ ദാസനെ ഉപയോഗിച്ച എല്ലാ വഴികൾക്കായി സ്തോത്രം. കർത്താവ് നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഗുജറാത്തിൽ വാപ്പിയുമായി ബന്ധപ്പെട്ട് സിൽവാസയുമായി ബന്ധപ്പെട്ട് നിർമ്മാണം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് സഫലമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കായ സ്തോത്രം. സപ്പോർട്ടേഴ്സിനായ സ്തോത്രം. വ്യൂവേഴ്സിനായ സ്തോത്രം. കർത്താവെ, പുതിയ വർഷം വളരെ പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കണം, കൃപയുടെ വർഷമാക്കി തീർക്കണം, നന്മയുടെ വർഷമാക്കി തീർക്കണം. ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ നടപടിയായിട്ട് നിവർത്തിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾ എല്ലാവരെയും ശക്തീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും. എല്ലാ നന്മകളും ഞങ്ങളുടെ മേൽ നീ പോരും. ശുശ്രൂഷിക്കാൻ ഞങ്ങളെ ശക്തീകരിക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയുടെ കേൾക്കണമേ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ടി എ വർഗീസ് പാസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, കർത്താവ് തനിക്കായി ശുശ്രൂഷയായി ഒരുക്കിയെടുത്തതായ ആ പന്താവുകളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഏത് കുടുംബത്തിൽ ജനിച്ചു, ഏത് വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ട് ജീവിതം ആരംഭിച്ചു എന്നുള്ളതൊക്കെ നമ്മുടെ പാസ്റ്റാണ്, നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇന്ന് നാം എവിടെയായിരിക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത് വചനത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. പോയി ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. വിവിധ നിലകളിൽ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുക. വിവിധ നിലകളിൽ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക, നിയോഗിച്ചിരിക്കുക. കർത്താവിനെ നമ്മൾ കണ്ടെത്തി എന്നുള്ളതിനേക്കാൾ നമ്മളെ കർത്താവ് തേടി വന്നു, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു, കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തു, കർത്താവിന്റെ ശുശ്രൂഷ നമ്മളെ ഭരമേൽപ്പിച്ചു, കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ജീവിതാനുഭവങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ മാതാവ്, പിതാവ്, സഹോദരങ്ങൾ എല്ലാവരെയും കർത്താവ് വ്യത്യസ്ത നിയോഗങ്ങൾ ഭരമേൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് ദൈവദാസനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയെ കർത്താവ് ഭരമേൽപ്പിച്ച്, നേരത്തെ പറഞ്ഞതുപോലെ സെക്കരിയാവ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തെങ്കിൽ തന്റെ മകനായ യോഹന്നാനെ കൊണ്ട് ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അഭിഷേകം ചെയ്തതുപോലെ, നിയോഗിച്ചതുപോലെ കർത്താവിന്റെ ദാസനെ ദൈവം തലമുറയായി മുന്നോട്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അനേക പ്രിയപ്പെട്ടവർക്ക്, അനേക ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് അവരുടെ ജീവിതത്തെ സ്വയം പരിശോധന ചെയ്യുവാൻ, ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ദൈവസന്നിധിയിൽ വചനപ്രകാരം അവര് ഒരുക്കപ്പെടേണ്ടതിന് വേണ്ടി ദൈവദാസന്റെ ശുശ്രൂഷകളെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ ആ ശുശ്രൂഷയിൽ മുന്നേറുവാൻ, അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ഞാൻ ഓർക്കുകയായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്ന ആ അപ്പന്റെ ഭവനത്തിൽ നിന്ന് വിട്ടുപോയ മകൻ ഇരുന്ന് ചിന്തിച്ചു, അവൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, അവൻ മടങ്ങി വന്നു, അപ്പൻ അവനെ ചേർത്തുകൊണ്ടു. ആയതുപോലെ പല പ്രിയപ്പെട്ടവരും ഇതുപോലെ
ദീർഘവർഷങ്ങൾ ആയിട്ട് സ്നാനപ്പെട്ടതിനൊക്കെ ശേഷം ആയിരിക്കുന്ന അതേ തലത്തിൽ തുടരുന്ന പല പ്രിയപ്പെട്ടവരുടെ അനുഭവങ്ങളുണ്ട്. എന്നാൽ കർത്താവ് കാത്തിരിക്കുക. കർത്താവിന്റെ ഭവനത്തിൽ തനിക്കായി തന്റെ രക്തം തളിക്കപ്പെട്ടവർ തനിക്കായി കാത്തിരിക്കുക, അവർക്കായി കാത്തിരിക്കുക. പ്രിയ കർത്താവിന്റെ ദാസനെ സ്വർഗത്തിലെ ദൈവം ആമേന് തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പും കാത്തിരുന്നതായ ആ സമയങ്ങളും ഒട്ടും വൃഥാവായില്ല. തക്ക സമയമായപ്പോൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ആമേനെ അഭിഷേകം ചെയ്ത് വേർതിരിച്ചു. ഇന്നും ശക്തമായി അനേക വേദികളിൽ അനേകർക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. സൗഖ്യത്തോട്, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നിലകൊള്ളുവാൻ ദൈവം പിന്നെ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സമയം അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആമേനെ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോടായ നന്ദി, സ്നേഹം, കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം ഈ സാക്ഷ്യം പ്രയോജനപ്പെട്ടു എന്ന് അറിയുവാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കിടുവാനുള്ള അവസരമുണ്ട്. ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്കും പങ്കുകൊള്ളാവുന്നതാണ്. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com